ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന മുട്ട ബിരിയാണിയാണ്. അതിനാവശ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: 5 മുട്ട പുഴുങ്ങിയത് നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് സവോള 4 മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞതാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചതച്ച് വെച്ചിരിക്കുകയാണ്. പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 6 എണ്ണം, അത്രയാണ് എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്നത്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, തൈര് 1/4 കപ്പ്, നെയ്യും എണ്ണയും ആവശ്യത്തിന് എടുക്കണം. നമുക്ക് പൊടികൾ ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയില, പുതിനയില. കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സവോള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കശുവണ്ടിയും ഉണക്കമുന്തിരി. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് ബിരിയാണി അരിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മസാല റെഡിയാക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ്, 4 ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇത്ര ഇട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങാ നീര്. 2 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. നല്ലപോലെ കഴുകി ഒരു 30 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. നമ്മളുടെ അരി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 90% നല്ലപോലെ വെന്തിരിക്കുകയാണ്. നമുക്ക് ഇനി ഊറ്റിയെടുക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഗാർണിഷിങ്ങിനുള്ള എല്ലാം വറുത്ത് കോരിയെടുക്കാം. ആദ്യം നമുക്ക് മുന്തിരിങ്ങ ഇടാം. ഇതിലോട്ട് തന്നെ നമ്മുടെ കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിയും കശുവണ്ടിയും വറുത്ത നെയ്യിലും ആ എണ്ണയിലും തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീരെ ലോ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. കുറച്ച് ഉപ്പ്, ഇതിലോട്ട് നമ്മുടെ മുട്ട പകുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൊരിയെ 2 വശവും ഒന്ന് വറുത്തെടുക്കത്തക്ക രീതിയിൽ എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു വശം റെഡിയാകുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ടയുടെ ഉണ്ണി പോകാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്താൽ മതി. കുറച്ച് ഉപ്പ് ഇതിൻ്റെ മുകളിലും കൂടെ തൂവി കൊടുക്കാം. ഒരു വശത്തേക്ക് ഇത് മാറ്റി വെക്കാം. റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയാൽ മതി. ഒരു അപ്പുറം മറിച്ചിട്ടതിന് ശേഷവും കുറച്ച് നേരം കൂടെ വെച്ച് ഒരു ബ്രൗൺ കളർ ആയി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി കിട്ടും. നമുക്ക് വേറൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. പാനിൽ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് സവോള വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടാണ് വേവിച്ചത്. അപ്പം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്താൽ മതി.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മൾ സവോള വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയാൽ മതി. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് ചേർത്തതുകൊണ്ട്, പച്ചമുളക് ചേർത്തുകൊണ്ട് 1 സ്പൂൺ മതി. പിന്നെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇവിടെ ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല നല്ലപോലെ വഴറ്റി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തൈര്, നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് എണ്ണ തെളിയുന്നിടം വരെ വേവിക്കാം. തീരെ ലോ ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ സവോളയൊക്കെ ഒന്നുകൂടെ നല്ലപോലെ ചൂട് പിടിക്കുമ്പോൾ പിന്നെ കരിയും. അതുകൊണ്ട് തീരെ ലോ ഫ്ലെയിമിൽ വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട്. മൂടിയെ മാറ്റി നോക്കാം. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില ഇത്ര ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. പോരായെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മളിനി ചോറ് ഇടാൻ പോവുകയാണ്. നമ്മുടെ മുട്ട റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നിരത്താം. ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിനയില, വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരിങ്ങ, ബാക്കി ചോറൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ചോറിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. കുറച്ച് മല്ലിയില, നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, സവോള വറുത്തത്, കശുവണ്ടി, മുന്തിരിങ്ങ. നല്ലപോലെ മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് ചെറിയ ചൂടിൽ ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ മസാലയൊക്കെ പിടിക്കും. അതിനായിട്ട് ഏതെങ്കിലും ഒരു മോശമായ ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ പാത്രം എടുത്ത് വെക്കാം. അപ്പോൾ ആ ചൂടിലിരുന്ന് ആവി അടഞ്ഞ് നല്ലപോലെ ഒന്നുകൂടെ എല്ലാം നല്ലപോലെ പിടിക്കും. ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ ചോറ് ഏകദേശം വെന്തിരിക്കുകയാണ്. പക്ഷേ എല്ലാം ഒന്ന് നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ. അപ്പം അടിയിലത്തെ ആ ഗ്രേവി ഒന്നും കരിയാതെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇവിടെ മൂടിയെ മാറ്റി നോക്കാം. നമ്മളുടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് വിളമ്പാം.